ശിരൂരിലെ തിരച്ചിലുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേഷൻ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് രക്ഷാപ്രവർത്തനത്തിൽ നാവികസേനയ്ക്ക് നിർണായകമായ വിവരം ലഭിച്ചു എന്നുള്ളതാണ്. അഡ്വാൻസ്ഡ് പോർട്ടബിൾ സോണാർ സിസ്റ്റം ഉപയോഗിച്ചുള്ള സ്കാനിങ്ങിലാണ് ഗംഗാവലി നദിയിൽ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ കേന്ദ്രീകരിച്ച് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്താൻ പോവുകയാണ്. അങ്ങനെ ഒരു പുതിയൊരു സിഗ്നൽ കൂടി ലഭിക്കുന്നു. ഗംഗാവലി നദിയിൽ നടത്തിയിട്ടുള്ള ഈ പോർട്ടബിൾ സോണാർ സിസ്റ്റം അഡ്വാൻസ്ഡ് പോർട്ടബിൾ സോണാർ സിസ്റ്റം ഉപയോഗിച്ചുള്ള സ്കാനിങ്ങിൽ ഈ സിഗ്നൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. ബിനിൽ നൽകും വിവരങ്ങൾ. ബിനിൽ, ഏത് രീതിയിലാണ് ഇവർക്ക് ഈ പരിശോധനയിൽ ഒരു സിഗ്നൽ ലഭ്യമാകുന്നതും അത് മാപ്പ് ചെയ്യാൻ കൃത്യമായും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടോ? എന്താണ് സേനയുടെ ഭാഗത്ത് നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? പ്രതീഷ്, ഷിരൂരിൽ നിന്നുള്ള ഒരു സുപ്രധാനമായ വിവരം ഇപ്പോൾ നാവികസേന പുറത്തേക്ക് വിടുകയാണ്. നാവികസേനയുടെ പ്രത്യേക സംഘം അവിടെയുണ്ട്. അവർ കഴിഞ്ഞ കുറച്ച് ദിവസമായി അവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ അവർ അത്യാധുനിക ഉപകരണങ്ങൾ ഷിരൂരിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ ഗംഗാവാലി നദിയിൽ നടത്തിയ പരിശോധനയിൽ സുപ്രധാനമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നാവികസേന അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം അല്പസമയത്തിനകം തന്നെ പുറത്തുവിടുമെന്ന് കൂടി നാവികസേന അറിയിച്ചിരിക്കുന്നു. അവർക്ക് ലഭിച്ചിരിക്കുന്നത് സോണാർ സ്കാനിങ്ങിലൂടെയുള്ള ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങൾ ഈ ലോറിയുടേതാണ് എന്നാണ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇനി ആ ഗംഗാവാലി നദിയിൽ പരിശോധന നടക്കുക. ഇവിടെ ഈ സോണാർ സ്കാനിങ് എന്ന് പറയുന്നത് ശബ്ദ തരംഗങ്ങൾ ആ വെള്ളത്തിനടിയിലേക്ക് വിട്ടുകൊണ്ട് അവിടെ ഉള്ള സാധനങ്ങളെ കണ്ടെത്തുക, അതിൻ്റെ ചിത്രങ്ങൾ പകർത്തിയെടുക്കുക എന്നതാണ്. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഒരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ നാവികസേനയ്ക്ക് ലഭ്യമായതായി അവർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ആ ഭാഗത്തായിരിക്കും ഇനി ആ പരിശോധന നടക്കുക. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ദിവസങ്ങളായി ഈ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആ മുങ്ങൽ വിദഗ്ധരായിരിക്കും ഈ ദൃശ്യങ്ങൾ ലഭിച്ച ഭാഗത്ത് പരിശോധന നടത്തുക. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ പരിശോധനകളൊക്കെ നടത്തിയെങ്കിലും വെല്ലുവിളിയായി നിന്നത് ആ നദിയിലെ വലിയ ഒഴുക്ക് തന്നെയായിരുന്നു. കാരണം മുങ്ങൽ വിദഗ്ധർക്ക് താഴേക്ക് ഇറങ്ങാൻ കഴിയാത്ത രീതിയിലായിരുന്നു അവിടുത്തെ ഒഴുക്കെന്നാണ് നാവികസേന പറയുന്നത്. അതോടൊപ്പം തന്നെ അവിടെ താഴെ മുഴുവനായും വലിയ പാറക്കല്ലുകളും മരങ്ങളുമൊക്കെ ഒഴുകി വന്ന് താഴെ അടിഞ്ഞു കൂടിയിരിക്കുകയാണ് ഈ നദിയുടെ താഴെ തട്ടിലെന്നാണ് നാവികസേന പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് ഈ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങി പരിശോധിക്കുമ്പോൾ കാഴ്ച പരിമിതി അവർക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ വലിയ വെല്ലുവിളികൾ അവർ നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അങ്ങോട്ടേക്ക് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉപകരണം തന്നെ എത്തിച്ചു, സോണാർ ഉപകരണം എത്തിച്ചു. സാധാരണ ഈ കപ്പലുകളിലൊക്കെ ഈ ഉപകരണം ഉള്ളതാണ്. കാരണം അടിത്തട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടോ, മുന്നോട്ടുള്ള പോക്കിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നോ എന്നൊക്കെ അല്പപ്പോൾ തന്നെ മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണമുണ്ട്. ആ ഉപകരണത്തിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡൽ, അതായത് ഇത്തരത്തിൽ നദികളിലൊക്കെ തന്നെ പരിശോധന നടത്താൻ കഴിയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോണാർ ഉപകരണമാണ് അങ്ങോട്ടേക്ക് എത്തിച്ചത്. ആ ഉപകരണത്തിന്റെ പരിശോധനയിലാണ് അറിയാം. കാരണം കലങ്ങി മറിഞ്ഞ അവസ്ഥയാണ്. മാത്രമല്ല ഈ സൗണ്ട് വേവ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു ഒബ്ജക്റ്റ് അത് എത്രത്തോളം ഈ വാട്ടർ ലെവലൊക്കെ അനുസരിച്ച് ലഭ്യമാകും. അതിൻ്റെ ഒരു ഏകദേശമായിട്ടുള്ള ഒരു രൂപ മാത്രമായിരിക്കുമല്ലോ ലഭ്യമാവുക. എങ്കിലും അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ എത്ര ആഴം അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും സൂചകങ്ങളായി ലഭിക്കുമോ ഈ സിസ്റ്റത്തിലൂടെ? ഇനി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കിനി വരും നിമിഷങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണങ്ങൾ, ചിത്രങ്ങൾ സ്വാഭാവികമായും ലഭിക്കുമല്ലോ. ചിത്രങ്ങളൊക്കെ അനുസരിച്ച് വേണം നമുക്ക് വിലയിരുത്താൻ. അപ്പോൾ എത്രത്തോളം ഒരു പക്ഷേ പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ ഉള്ള ഈ സ്ഥിരീകരണം? നാവികസേന അധികൃതരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവരുടെ വാക്കുകളിൽ നിന്നൊക്കെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രതികരണമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. കാരണം അവർ മുൻ ദിവസങ്ങളിൽ ഇല്ലാത്തതുപോലുള്ള ഒരു ആത്മവിശ്വാസം ഈ കാര്യത്തിൽ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. കാര്യം ഈ സോണാർ ഉപകരണം വച്ചിട്ടുള്ള പരിശോധനയിൽ ലഭ്യമായിട്ടുള്ള ആ ദൃശ്യം, അതായത് ആ രൂപം, അത് ഈ ലോറിയുടേതാണെന്ന് സംശയിക്കത്തക്കതാണ് എന്നതാണ് നാവികസേന പറയുന്നത്. പല സ്ഥലത്തുനിന്നും സിഗ്നൽ കിട്ടിയിരുന്നു. അതിൽ ഒരിടത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത അവർ കൽപ്പിക്കുന്നത്. ആ ഭാഗത്തേക്ക് മുങ്ങൽ വിദഗ്ധരെ ഇറക്കിയുള്ള പരിശോധനയായിരിക്കും ഉണ്ടാകുക. ആ പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ ഈ ഗംഗാവാലി നദിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ NDRFന്റെ സംഘമുണ്ട്, നാവികസേനയുടെ സംഘമുണ്ട്. ഈ രണ്ട് വിഭാഗങ്ങളും അവിടെ ഈ നദിയിൽ സ്പീഡ് ബോട്ടിലായി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിൽ നമുക്ക് എടുത്തു പറയാവുന്നത് അവിടെ ഓറഞ്ച് നിറത്തിലുള്ള സ്പീഡ് ബോട്ടിൽ സഞ്ചരിക്കുന്നത് NDRF സംഘമാണ്. നാവികസേനയുടെ സംഘം സഞ്ചരിക്കുന്നത് കറുത്ത
കളറിലുള്ള സ്പീഡ് ബോട്ടിലാണ്. ആ സ്പീഡ് ബോട്ടിൽ സഞ്ചരിച്ചുകൊണ്ടാണ് അവർ ഈ അഡ്വാൻസ്ഡ് സോണാർ ഈ സ്കാനിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ നദിയുടെ അടിത്തട്ടിലുള്ള സ്കാനിംഗ് അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പരിശോധനയിലാണ് വളരെ പ്രധാനപ്പെട്ട വിവരം അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളായിരിക്കും ഇനിയുള്ള സമയങ്ങളിൽ അവിടെ നടക്കുക എന്നതാണ് നാവികസേന അറിയിച്ചിരിക്കുന്നത്. ആ ചിത്രങ്ങൾ അധികം വൈകാതെ തന്നെ അവർ പുറത്തേക്ക് വിടുകയും ചെയ്യും.